ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ഉള്ള എല്ലാവരും കുറേയധികം ആരോപണങ്ങൾ രേണു സുധിക്കെതിരെ വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അതെന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അതിൽ ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പം പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ളൊരു കാര്യമാണ്. എല്ലാവരും ബാക്കിയുള്ള ഫാമിലി ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ, രേണുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവസാനം വീഡിയോയ്ക്ക് അവർ പ്രാർത്ഥിച്ചിട്ടാണ് അവർ നിർത്തുന്നത് ആ ഒരു വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ഋതപ്പം പറയുകയാണ് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ളത്. പക്ഷേ കുറേയധികം പേര് ഈ ഒരു സമയത്ത് പോലും രേണുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അതിനെക്കുറിച്ചായിരുന്നു അച്ഛനും അമ്മയും സഹോദരിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. കുറേയധികം പേര് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഈ ഒരു രേണുവിനെതിരെ ഓരോ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് വേദനയുണ്ടെന്നും ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ എന്നുള്ളത് ചോദിച്ചുകൊണ്ടായിരുന്നു അവർ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ബിഷപ്പും ഉണ്ടായിരുന്നു. ബിഷപ്പ് ഇത് തന്നെയാണ് പറഞ്ഞത്, ഇനിയെങ്കിലും അവരെ വെറുതെ വിടും, ഞങ്ങളെല്ലാവരും രേണുവിനെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കുറേയധികം പേരുണ്ടെങ്കിൽ ഇപ്പോഴും പൈസയ്ക്ക് വേണ്ടിയൊക്കെ അവരെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കുട്ടി പറയുന്നതെങ്കിലും കേട്ടിട്ടെങ്കിൽ ഇനിയെങ്കിലും വീഡിയോ ഇതേ കണക്ക് അവർക്കെതിരെ ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ആരോഗ്യം തിരിച്ച് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.